6ാം ക്ലാസ്സിലെ ദോശ और ചട്നി എന്ന പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ये सरगर्मी देखिए, अमजद और अम्मी जान बाग में पौधा लगा रहे थे. बाग में पौधा लगे रहे थे. ബായിലെ പൂന്തോട്ടത്തില് ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്, കുഴിച്ചിടായിരുന്നു. ആര്? അംജദും അമ്മീജാനും. उस वक्त पड़ोसी രാമു ചാച്ച വഹാ ആയേ. രാമു ചാച്ച അവിടെ വന്നു. രാമു ചാച്ച വന്നിട്ട് പൂച്ചിനെ ലഗെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ രാമു ചാച്ചയും അംജദും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് എഴുതാനുള്ളത്. ആരൊക്കെയാ? രാമു ചാച്ചയും അംജദും തമ്മിലുള്ള സംഭാഷണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. അരേ അംജദ് ബേട്ട തും ക്യാ കർ രഹേ ഹോ. അംജദ് ബേട്ട, നീ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ചോദ്യത്തിന് ആര് തുടക്കട്ടു? രാമു ചാച്ച തുടക്കട്ടു. അതുകൊണ്ട് തന്നെ രാമു ചാച്ച ചോദ്യം ചോദിക്കുന്നതായിട്ടും അംജദ് അതിന് മറുപടി പറയുന്നതായിട്ടുള്ള സംഭാഷണമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. ഞാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പദങ്ങൾ, ചോദ്യങ്ങൾ, സെന്റൻസുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് യോജിച്ചത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് അത് പൂർത്തീകരിച്ചാൽ മതിയാവും. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ചോദ്യം ആരിട്ടിട്ടുണ്ട്? രാമു ചാച്ച ഇട്ടിട്ടുണ്ട്. അരേ അംജദ് ബേട്ട തും ക്യാ കർ രഹേ ഹോ. നീ എന്ത് ചെയ്യാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അംജദിനോട് രാമു ചാച്ച ചോദിക്കുന്നുണ്ട്. അപ്പൊ അംജദ് അതിന് മറുപടി പറയണം. അതിന്റെ മറുപടി തൊട്ട് മുകളിലുള്ള ഈ വരിയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യാണ്? ഇവിടെ ഈ വരിയിൽ നമ്മൾ വായിച്ച എന്താ? ഇവിടെ നമ്മൾ വായിച്ചത് പൗദ ലഗാ രഹാ ഹെ അല്ലെ? പൗദ ലഗാ രഹാ ഹെ. ഈ ഓപ്ഷനിൽ താഴെയുള്ള ഈ ഓപ്ഷൻസില് പൗദ ലഗാ രഹ എന്നുള്ള ഓപ്ഷൻ ഏതാണ് നോക്കൂ. ഇവിടെ ഒന്നുണ്ട്. അടുത്ത സെന്റൻസ് ഒരു പദം, മറ്റൊരു പദം, ഇവിടെ ഒരു പദം, ഇവിടെ ഒരു സെന്റൻസ്, പദം അല്ലേ? ഇതിൽ പൗദ ലഗാ രഹ എന്നുള്ളതാണ് ഇവിടെ അംജദ് പറയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേ പൗദ ലഗാ രഹാഹു എന്ന ഈ സെന്റൻസ് എന്ത് ചെയ്തു? ഈ സെന്റൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അംജദ് പറയുന്നതായിട്ട് ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പൊ ഈ വരി ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം ചോദിക്കണം. അപ്പൊ ഞാനിവിടെ ചെടി കുഴിച്ചിടാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പോ 2 ചോദ്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? കോൻസാ പൗദ ഹെ, ഇതെന്ത് ചെടിയാണ് അല്ലേ? എന്ത് ചെടിയാണ്? അപ്പൊ ഇത് നമുക്ക് ഇവിടെ ചോദ്യം ചോദിക്കുന്നതായിട്ട്, രാമു ചാച്ച ചോദ്യം ചോദിക്കുന്നതായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ഇതിന്റെ മറുപടി എഴുതണം. ഈ കോൻസാ പൗദ ഹെ എന്ന് മറുപടി എഴുതണം. ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഇതിലെ എന്ത് നോക്കണം? ഏതാണ് ചോദ്യപദം എന്ന് നോക്കണം. ഇതിലെ ചോദ്യപദം ഏതാണ്? ഇതിലെ ചോദ്യപദം എന്ന് പറയുന്നത് കോൻസ എന്നതാണ്. അപ്പൊ ഈ കോൻസ എന്നുള്ളത് എന്തുണ്ടാവില്ല? ഉത്തരത്തിൽ ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഉത്തരത്തിൽ ഉണ്ടാവും. അഥവാ ഇവിടെ എന്നാണ്, ഇവിടെ പൗദാഹ എന്നതാണ്. കോൻസ എന്നതിന് പകരം എന്തുണ്ടാവും? അതിന്റെ ഉത്തരമാണ് വരേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഓപ്ഷൻസ് തിരഞ്ഞെടുത്തിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ നേരെ താഴെ ഇവിടെ കൊടുത്തു വെച്ച് ഇനി മാറാത്തത് എന്താ? പൗദാഹെ. അപ്പൊ പൗദാഹെ എന്ന് ഇവിടെ നോക്കൂ. ഇവിടെ കാ പൗദാഹെ എന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് കൊടുത്തു വെക്കാം. പൗദാഹെ. ഇനി ഈ കോൻസ എന്നുള്ളതിന്റെ സ്ഥലത്താണ് എന്ത് വരേണ്ടത്? കോൻസ എന്നുള്ള ആ ചോദ്യത്തിന്റെ സ്ഥലത്തേക്കാണ് ആര് വരേണ്ടത്? ഉത്തരം വരേണ്ടത്. എന്താണ് ഇവിടെ ഉത്തരം?
ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഉത്തരം ആം എന്നതാണ്. അപ്പൊ ഏ ആം കാ പൗധ ഹൈ, ഏ ആം കാ പൗധ ഹൈ. അപ്പൊ റെഡി ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഏ കോൻസാ പൗധ ഹൈ, അതിന്റെ ഉത്തരം നമുക്ക് കിട്ടി ഏ ആം കാ പൗധ ഹൈ. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇതെന്ത് ചെടിയാണെന്ന് അറിഞ്ഞു. ഇനി ഇത് എവിടുന്ന് കിട്ടിയതാണ് എന്നുള്ള ചോദ്യമാണ് അല്ലേ. ഇത് എവിടുന്ന് കിട്ടി? ഇപ്പൊ ഇവിടെ ഒരു ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. ആ ചോദ്യം എന്ത് ചെയ്താൽ മതി, നമുക്ക് സെലക്ട് ചെയ്തിട്ട് രാമുച്ചാച്ച് ചോദിക്കുന്നതായിട്ട് ഇവിടെ കൊടുക്കാം. യേ കഹാസെ മില, യേ കഹാസെ മില. യേ കഹാസെ മില എന്ന് പറയുമ്പോ അടുത്ത നമ്മുടെ അതിനുള്ള മറുപടി പറയേണ്ടത് ആരാണ്? അംജദ് പറയണം അല്ലെ. നമുക്ക് ഇവിടെ ഒരു ലൈന് അംജദിന് വേണ്ടി സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ അംജദ് പറയുന്നതായിട്ട് എഴുതണം. ടൈപ്പ് ചെയ്യാം എ എന്നുള്ളത്, എ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എ. അപ്പൊ ഈ എ എന്നുള്ളത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈപ്പ് ചെയ്ത് ഇതിന്റെ നേരെ താഴെ തന്നെ സെറ്റ് ചെയ്യാം. ഇതിന്റെ നേരെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഉള്ളത് സെ മില എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് സെ മില എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ്. അത് നമ്മൾ ഈ മില എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് കഹാസെ എന്നതിന്റെ ഉത്തരമാണ് വേണ്ടത്. കഹാസെ എന്നതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്. എന്താണ് ഉത്തരം ഉള്ളത്? സ്കൂൾസെ എന്നുള്ളതാണ്. അപ്പൊ സ്കൂൾസെ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രാമുച്ചാച്ച ചോദിക്കാം ഏ കബ് മില, ഏ കബ് മില. അത് ഞാൻ എഴുതണില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏ കബ് മില, ഇത് എപ്പോൾ കിട്ടിയതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇതിന്റെ മുമ്പ് എന്ന് എഴുതാം, കബ് എന്ന് കഴിഞ്ഞിട്ട് മില എന്ന് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പൊ ഇതൊരു ചോദ്യമായി രാമചാച്ച ചോദിക്കുന്നത്. അപ്പൊ കൽ മില എന്ന് എഴുതിയാൽ മതി, ഇന്നലെ കിട്ടി. കൽ മില, ഇന്നലെ കിട്ടി. അപ്പൊ ഇതോടുകൂടി ഈ പ്രവർത്തനം എന്ത് ചെയ്തു, നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഈ സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് സംഭാഷണം വായിച്ചു നോക്കാം. देखिए, ഒന്നാമത്തെ വരി രാമുച്ചാച്ച ചോദിക്കാൻ, അരേ അംജദ് ബേട്ട തും ക്യാ കർ രഹേ ഹോ? ഇപ്പൊ പറഞ്ഞു മേ പൗധ ലഗാ രഹാ ഹും, ഞാൻ എന്താണ് പൗധ ലഗാ രഹാ ഹോ. യേ കോൻസാ പൗധ ഹെ, ഇതെന്തിന്റെ ചെടിയാണ്? യേ ആം കാ പൗധ ഹെ, ഇത് ആമിന്റെ ചെടിയാണ്. യേ കഹാസെ മില, ഇത് എവിടുന്ന് കിട്ടിയതാ? യേ സ്കൂൾ സെ മില, ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. യേ കബ് മില, ഇത് എപ്പോൾ കിട്ടിയതാണ്? പറഞ്ഞു യേ കൽ മില, ഇന്നലെ കിട്ടിയതാണ്. ഈ രീതിയിൽ നമുക്ക് സംഭാഷണം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശുക്രിയ.